ഷമീർ കൂടി ചേരുന്നു ഓച്ചിറയിൽ നിന്ന്. ഷമീറെ, ഓച്ചിറയിൽ എന്താണ് അവസ്ഥ? ഓച്ചിറയിൽ അതായത് ആലപ്പുഴ ജില്ലയുടെ അതിർത്തിയിലേക്ക് കടക്കുകയാണ്. അല്ല, ഇനി അടുത്തത് ആലപ്പുഴ ജില്ലയിലേക്കാണ് ഈ വിലാപയാത്ര കടക്കുന്നത്. ഇപ്പോൾ ഓച്ചിറ എത്തുമ്പോൾ സ്ഥിതി മാറുകയാണ്. അതായത് VS ഉഴുതുമറിച്ചിട്ട മണ്ണിലേക്ക് VSന്റെ ഭൗതിക ശരീരം എത്തുകയാണ്. അപ്പോൾ ഇവിടെ കാണുന്ന ദൃശ്യം കണ്ടോ, കഴിഞ്ഞ ഏതാണ്ട് അർദ്ധരാത്രി മുതൽ കൂടിയ ജനസഞ്ചയം ഈ ദൃശ്യങ്ങളിൽ കാണാം. ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്ര സന്നിധിയുടെ തൊട്ട് മുമ്പിലാണ് നമ്മളുള്ളത്. കഴിഞ്ഞ രാത്രി മുതൽ ഇവിടെ ആളുകൾ കാത്തു നിൽക്കുകയാണ് തങ്ങളുടെ പ്രിയപ്പെട്ട VSനെ കാണാൻ, അതും ആലപ്പുഴയുടെ സ്വന്തം VSനെ കാണാൻ. ആ VSനെ ഒരു നോക്ക് കാണാൻ, ആ ചേതനയേറ്റ ശരീരത്തെ ഒരു നോക്ക് കാണാൻ ഇവിടെ വലിയ ജനക്കൂട്ടം തടിച്ചുകൂടി നിൽക്കുന്നു. അതായത് നമ്മൾ ഈ കൊല്ലം ജില്ലയിൽ ഇത്തരത്തിൽ ഈ വിലാപയാത്ര കടക്കുന്നത് അത് പുലർച്ചയോടുകൂടിയാണ് കൊല്ലം ജില്ലയിൽ കടക്കുന്നത്. പിന്നീട് ഇങ്ങോട്ടുള്ള വഴികളിലെല്ലാം തന്നെ എല്ലായിടത്തും ഈ ജനസഞ്ചയത്തിനെ കണ്ടു. അത് ഇപ്പോൾ ഓച്ചിറയിലും കണ്ടു. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര പുറപ്പെടുമ്പോൾ ആദ്യം തിരുവനന്തപുരത്ത് പലയിടങ്ങളിലും അവിടെയാണ് ആൾക്കൂട്ടം വലുതാണ് എന്ന് നമുക്ക് തോന്നുന്നു. പക്ഷേ അതിനുമൊക്കെ അപ്പുറത്തേക്ക് ഓരോ മണിക്കൂറും ഓരോ പോയിന്റുകളിലേക്ക് എത്തുമ്പോഴും അത്രത്തോളം വലിയ ജനക്കൂട്ടം മുട്ടി ചുരുട്ടി VSന് അഭിവാദ്യം അർപ്പിക്കുന്നതാണ് കാണുന്നത്. എല്ലായിടത്തും, അതായത് കഴിഞ്ഞ ദിവസം മുതൽ എല്ലായിടത്തും വിളിച്ചത് കണ്ണേ കരളെ VSA എന്നുള്ള ആ വിളി തന്നെയാണ് ഇന്ന് മുഴുവനും ഏത് രാത്രിയിലും കണ്ടത്. കൊച്ചു കുട്ടികളടക്കമുള്ള ആളുകൾ അത്രത്തോളം മുദ്രാവാക്യം കേൾക്കുന്നത്. കൊച്ചുകുട്ടി നമ്മളെല്ലായിടത്തും കൊച്ചു കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ആ മുദ്രാവാക്യം വിളിക്കുകയാണ്. കഴിഞ്ഞ രാത്രി മുഴുവനും കൊല്ലം ജില്ലയിൽ വലിയ കനത്ത മഴയാണ്. ആ മഴയെപ്പോലും അതിജീവിച്ച, പ്രതികൂല കാലാവസ്ഥയെപ്പോലും അതിജീവിച്ചുകൊണ്ട് ഓരോ ഇടങ്ങളിലും ആയിരക്കണക്കിന് ആളുകൾ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ, VSനെ, വിപ്ലവ പോരാളിയെ അവസാനമായി ഒരു നോക്ക് കാണാൻ കാത്തു നിൽക്കുന്നതാണ് കാണാൻ കഴിയുന്നത്. എന്തായാലും നേരത്തെ നിശ്ചയിച്ചതിനും അപ്പുറത്തേക്ക് സമയം വൈകുകയാണ്. ഇനി ആലപ്പുഴയ്ക്ക് ഇനിയും ഒരുപാട് ദൂരം താണ്ടേണ്ടതുണ്ട്, ഒരുപാട് പോയിന്റുകൾ താണ്ടേണ്ടതുണ്ട്. ഇപ്പോഴും ആ വിലാപയാത്ര കരുനാഗപ്പള്ളിയിൽ നിന്ന് പുറപ്പെട്ട് ഓച്ചിറയിലേക്കുള്ള യാത്രാമധ്യയാണ്. അത് വരും മണിക്കൂർ ഏതാണ്ട് ഇവിടേക്കുള്ള ദൂരം ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇവിടേക്ക് എത്തിച്ചേരും. അതായത് ഓച്ചിറ പരബ്രഹ്മ സന്നിധിയുടെ മുമ്പിലേക്ക് എത്തിച്ചേരും. അത് കഴിഞ്ഞാൽ പിന്നീട് ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിക്കുകയാണ്. എന്തായാലും വിപ്ലവ സൂര്യൻ്റെ അവസാനത്തെ യാത്ര കാണാൻ വേണ്ടി നാടൊട്ടുക്ക് ഇവിടേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സേതുലക്ഷ്മി, 16 മണിക്കൂറിൽ ആ വിലാപയാത്ര പിന്നിട്ടത് 100 കിലോമീറ്റർ മാത്രമാണ്. കരുനാഗപ്പള്ളിയിലെ വൻ ജനാവലിയുടെ ഹൃദയാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി വിലാപയാത്ര ആലപ്പുഴ ജില്ലയിലേക്ക്, ആ അതിർത്തിയിലേക്ക് എത്തുകയാണ്. ആലപ്പുഴ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ മണ്ണാണ്, VSന്റെ മണ്ണാണ് ആലപ്പുഴ. VS വളർത്തിയെടുത്ത, VS രൂപം കൊടുത്തൊരു മണ്ണാണ് ആലപ്പുഴ. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ തിരുവനന്തപുരത്തും കൊല്ലത്തും കണ്ടതിനും 10 മടങ്ങ് വൈകാരികമായിരിക്കും ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ ഈ വിലാപയാത്രയെ ഓരോ ജനതയും സ്വീകരിക്കുക എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തൊഴിലാളികൾക്ക് വേതനം വേണം എന്നൊരാവശ്യം VSന്റെ ശബ്ദത്തിൽ ഉയർന്നപ്പോൾ ഭൂമിയില്ലാതെ തളർന്ന കർഷകർ അദ്ദേഹത്തെ ഒരു പ്രതിനിധിയാക്കുകയായിരുന്നു. അധികാരത്തിൻ്റെ
ആകർഷണം ഒഴിവാക്കി ജനതയുടെ വഴിയിൽ നിന്നും ഒരടിയും വിട്ടുനിൽക്കാത്ത പ്രിയപ്പെട്ട സഖാവായിരുന്നു VS അച്യുതാനന്ദൻ. വ്യക്തിഗത വിജയത്തെക്കാൾ വലിയതായിരുന്നു VSന്റെ ദൗത്യബോധം. ഒരു സമരനായകൻ മാത്രമല്ല, ഒരു ചങ്കുള്ള മനുഷ്യനായിരുന്നു ആലപ്പുഴയുടെ സ്വന്തം VS എന്ന് ആലപ്പുഴക്കാർ എന്നും തല ഉയർത്തി പറയാറുള്ളതാണ്. ആ ആലപ്പുഴയുടെ മണ്ണിലേക്ക് പ്രിയപ്പെട്ട സഖാവ് നിശ്ചലനായി എത്തുമ്പോൾ ആ കാഴ്ച അത് തീർത്തും വൈകാരികമായിരിക്കും. കുറച്ചു മുൻപ് ഒരു കുഞ്ഞു കുട്ടി, ഒരു കുഞ്ഞു മകൾ, അവൾ VSന് വേണ്ടി വിളിക്കുന്ന ഓരോ മുദ്രാവാക്യവും നമ്മൾ ഓരോരുത്തരെയും എത്രത്തോളം ആവേശഭരിതരാക്കുന്നു എന്നുള്ളതാണ്. അവൾ ഒരിക്കൽ പോലും കണ്ടിട്ടുണ്ടാകില്ല VSനെ, ഒരിക്കൽ പോലും അറിഞ്ഞിട്ടുണ്ടാകില്ല VSനെ. VSന്റെ ഓരോ സമര ഗാഥകളും അവൾ അറിഞ്ഞിട്ടുണ്ടാകുമോ, അച്ഛനിൽ നിന്നോ അമ്മയിൽ നിന്നോ അറിഞ്ഞിട്ടുണ്ടാകുമോ എന്ന കാര്യം പോലും സംശയമാണ്. പക്ഷേ ആ കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ നിന്നും ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ, ഞങ്ങളുടെ നെഞ്ചിലെ മുല്ലപ്പൂവേ എന്ന് വിളിക്കുമ്പോൾ ആ VS എന്ന് പറയുന്ന മനുഷ്യൻ, ഇന്ത്യ ഉണ്ടാകുന്നതിന് മുൻപ് ജനിച്ച മനുഷ്യൻ, കേരളം ഉണ്ടാകുന്നതിന് മുൻപ് ജനിച്ച മനുഷ്യൻ, CPMന്റെ സ്ഥാപിത നേതാക്കളിൽ ജീവിച്ചിരുന്ന ഏറ്റവും അവസാനത്തെ മനുഷ്യൻ, ആ മനുഷ്യൻ 102ാമത്തെ വയസ്സിൽ വിട പറയുമ്പോൾ ആ മനുഷ്യൻ ആ കുഞ്ഞിനെ പോലും സ്വാധീനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ആ ജനിച്ച ആ കുഞ്ഞിനെ, 7 or 8 വയസ്സുള്ള ആ കുഞ്ഞിനെ പോലും അദ്ദേഹം എത്രമേൽ സ്വാധീനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കേരളവും VSും തമ്മിലുള്ള ആത്മബന്ധത്തെ അത്രമേൽ നമ്മളിലെല്ലാം ആഴ്ന്നിറക്കുന്ന ഒരു കാര്യം. തത്സമയ ദൃശ്യങ്ങളിലേക്കാണ്. പുന്നപ്പുറയുടെ നാടുകളെ പുലർച്ചെ എത്തിയവിടെ, പുലർച്ചെയാണ് വന്നത്. ഇന്നലെ മുതൽ രാത്രി വന്ന ഒരു നോക്ക് കാണാനായിട്ട് ഞങ്ങൾ രാഘുവല നിൽക്കുകയാണ്. നമ്മുടെ സഹാബ് വിട്ടുപിരിച്ച് പോകുമല്ലേ, ഇനി നമുക്ക് കാണാൻ പറ്റും. ലാസ്റ്റാണ് നമ്മൾ നോക്കി നിൽക്കുക. നമ്മുടെ സഹാബിനെ ഒന്ന് കാണാനായിട്ട്, ഒരു നോക്ക് കാണാനായിട്ട് ഉറക്കമൊഴിഞ്ഞും മഴയും കൊണ്ട് വളരെ കഷ്ടപ്പെട്ട് ഇതേപോലുള്ള ഒരു സഹാബിനെ ഇനി എവിടെ കിട്ടും? ഇങ്ങനൊരു സഹാബിനെ ഇനി നമ്മുടെ ലോകത്തില്ല. ഞാൻ ഇന്നലെ 4 മണി മുതൽ നിൽക്കാൻ തുടങ്ങിയതാ, വൈകിട്ട് 4 മണി മുതൽ നിൽക്കാൻ തുടങ്ങിയതാ. പിന്നെ ഇതേവരെ നമ്മൾ ഉറക്കമൊഴിഞ്ഞ് ഇവിടെ കാത്തു നിൽക്കുക. പിന്നെ ഇതുപോലെ ഒരു ചരിത്ര പുരുഷനല്ലയോ, അദ്ദേഹത്തിനെ ഒരു നോക്ക് കണ്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അതാണ് ഇതുപോലെ ആൾ ഇനി ഉണ്ടാവുമെന്ന് സംശയമാണ്. പിന്നെ അടുത്ത നേതൃത്വത്തിൻ്റെ രീതി പോലെ ഇരിക്കും കാര്യങ്ങളൊക്കെ. സാധാരണപ്പെട്ടവൻ്റെ ഇടയിലേക്ക് കയറി വന്നേക്കുന്ന ഒരു നേതാവെന്ന് പറഞ്ഞാൽ ഈ ഒരു നേതാവാണ്. അല്ല, ഒരു നേതാവിനെ നമ്മൾ കണ്ടിട്ടില്ല. തന്നെയാണ് സേതുലക്ഷ്മി എല്ലാവരും പറയുന്നത്. ഇനി ഒരു യാത്രയപ്പിന് തങ്ങൾക്ക് കഴിയില്ലല്ലോ, അവസാനത്തെ ഒരു യാത്രയപ്പാണിത് VS. അതുകൊണ്ട് ആ VSനെ അവസാനമായി ഒന്ന് കാണണം. അതിനായി ഇന്നലെ വൈകിട്ട് മുതൽ ഇവിടെ കാത്തു നിൽക്കുന്നവരാണ് അവർ. തങ്ങളുടെ സഖാവിൻ്റെ ചേതനയേറ്റ ശരീരവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര അവസാനമായി കണ്ട് ആ ഭൗതിക ശരീരത്തിൽ പുഷ്പചക്രം അല്ലെങ്കിൽ അവർ പുഷ്പങ്ങൾ അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ കാത്തു നിൽക്കുന്നത്. എന്തായാലും ആ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഓച്ചിറയിലേക്ക് എത്തും. പിന്നീട് അത് ആലപ്പുഴ ജില്ല, കൃഷ്ണപുരം കഴിയുന്നതോടുകൂടി ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിക്കും. അവിടെയൊക്കെ തന്നെ നമ്മളുടെ അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് കായംകുളമാണ്. അവിടെയൊക്കെ തന്നെ വലിയ ആൾക്കൂട്ടം VSനെ കാത്തു നിൽക്കുന്നു എന്നാണ്, VSനെ കാണുവാൻ വേണ്ടി കാത്തു നിൽക്കുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും വലിയ ജനക്കൂട്ടം ഓച്ചിറയിൽ കാത്തു നിൽക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓച്ചിറയിൽ നിന്നുള്ള കാഴ്ചകളാണ് പ്രിയപ്പെട്ടവരെ നമ്മളീ കാണുന്നത്. കൊല്ലം ജില്ല കടക്കുകയാണ്. ഓച്ചിറ കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്തത് ആലപ്പുഴയാണ്. ആലപ്പുഴയിലെ ജില്ലയിലേക്ക് കടക്കുകയാണ്. പക്ഷേ എങ്കിലും നിങ്ങൾ നോക്കൂ, നമ്മൾ സാധാരണ നിലയിൽ ഒരു 4 or 5 മണിക്കൂർ കൊണ്ട് ഈ ആലപ്പുഴയിലേക്ക് എത്തുന്ന യാത്രയാണ് ഈ 16 മണിക്കൂറും പിന്നിട്ട് ആ വിലാപയാത്ര കൊല്ലം ജില്ല പോലും കടക്കാനാകാതെ ഇപ്പോഴും നടക്കുന്നത്, ഇപ്പോഴും വരുന്നത്. കരുനാഗപ്പള്ളി കഴിഞ്ഞ് ഓച്ചിറ കഴിയുന്നു. ഇനി ഈ ഓച്ചിറയിലെ കാഴ്ചകളാണ് നമ്മൾ ഈ ഒരു വിൻഡോയിലൂടെ കാണുന്നത്. ഇപ്പോഴും ആളുകൾ അക്ഷമരായി കാത്തു നിൽക്കുകയാണ് പ്രിയപ്പെട്ട സഖാവിനെ കാണാൻ. അതിൽ കുഞ്ഞു കുട്ടികളുണ്ട്, മുതിർന്നവരുണ്ട്, VSുമായി സമരത്തിൽ പങ്കെടുത്തവരുണ്ട്, VS ഏതെങ്കിലും രീതിയിൽ സ്വാധീനിച്ചിട്ടുള്ള മനുഷ്യരുണ്ട്, VSനെ ഇതുവരെ ഒരു തരത്തിലും കണ്ടിട്ട് പോലുമില്ലാത്ത മനുഷ്യരും അതിനൊപ്പം തന്നെയുണ്ട്. ഈ മഴയെയും വെയിലിനെയും ഒക്കെ കാറ്റിനെയും ഒക്കെ അവഗണിച്ച് ഈ കുഞ്ഞു മക്കളും അമ്മമാരും
അപ്പച്ചന്മാരുമൊക്കെ ഇങ്ങനെ ഒരാൾക്ക് വേണ്ടി കാത്തു നിൽക്കണമെങ്കിൽ, മണിക്കൂറുകളോളം കാത്തു നിൽക്കണമെങ്കിൽ, ഇനി ഇങ്ങനെ ഒരു സഖാവ് ഞങ്ങൾക്കുണ്ടാകില്ല, ഇനി ഇങ്ങനൊരു സമര നായകൻ ഞങ്ങൾക്കുണ്ടാകില്ല, ഇനി ഇങ്ങനൊരാളിനെ നമുക്ക് കാണാൻ കഴിയില്ലല്ലോ, ഇന്ന് കൂടി മാത്രമല്ലേ കാണാൻ കഴിയുകയുള്ളൂ എന്ന് നെഞ്ചുരുകി അവർ പറയണമെങ്കിൽ ആ മനുഷ്യൻ ഈ നാടിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ, ആ മനുഷ്യൻ ഈ നാടിനെ ഓരോരുത്തരെയും സ്വാധീനിച്ചത് എത്രത്തോളമാണെന്നുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ദിവസമെങ്കിലും, ഇതുവരെ മനസ്സിലാക്കിയില്ലെങ്കിലും ഈ ദിവസങ്ങളിലെങ്കിലും നമ്മളത് മനസ്സിലാക്കേണ്ടതാണ്. എത്രത്തോളം മനുഷ്യരെയാണ് VS എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ, ആ രണ്ടക്ഷരം, ആ CPIM എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഉണ്ടാക്കിയെടുത്ത ആ മനുഷ്യൻ ചുലുത്തിയിരിക്കുന്ന സ്വാധീനം എന്നുള്ളതാണ്. നമ്മൾ ഈ വിലാപയാത്ര കടന്നു വരുന്ന ഓരോ വഴിയിലും അദ്ദേഹത്തെ ഒരു പൂച്ചെണ്ടർപ്പിച്ച് അദ്ദേഹത്തെ കാണാൻ, അദ്ദേഹത്തിന് വേണ്ടി ഒരു മുദ്രാവാക്യമെങ്കിലും മുഴക്കിയ മനുഷ്യന്മാരെ കാണുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, പുനലൂരിലെ പാർപ്പിൽ സമരവും അതുപോലെ ചവറയിലെ ടൈറ്റാനിയം മേഖലയിലെ സമരവും, വനം സമരവും, പുനലൂർ കുന്നത്തൂർ മേഖലയിലെ സമരങ്ങളും, ഭൂരഹിതർക്ക് ഭൂമി ഉറപ്പാക്കാൻ അദ്ദേഹം നടത്തിയ സമര പോരാട്ടവും, ക്ഷേമ പെൻഷൻ മാർച്ചുകളും, സാമൂഹ്യക്ഷേമത്തിനായുള്ള പോരാട്ടവും, അഴിമതിക്കെതിരെ നടത്തിയ സമരങ്ങളുമൊക്കെ എങ്ങനെയാണ് ഈ നാട് മറക്കുക? എങ്ങനെയാണ് ഈ നാട്ടുകാർ മറക്കുക? ഇന്നും അതിൻ്റെ ആനുകൂല്യം നേടുന്ന ഓരോ ജനതയും എല്ലാ കാലവും ഈ മനുഷ്യനെ ഓർക്കുകയില്ലേ? പൊളിറ്റിക്കൽ കരിയറിലെ അന്തിമഘട്ടത്തിൽ പോലും സമരം വിടാത്ത നേതാവായിരുന്നു VS അച്യുതാനന്ദൻ. അഴിമതിക്കെതിരായ രാഷ്ട്രീയ നിലപാട് അദ്ദേഹം തുടർച്ചയായി സ്വീകരിച്ചു. അഴിമതിക്കറ പുരളാത്ത ഒരു മനുഷ്യനും തനിക്ക് ഒരു അഴിമതിയുണ്ട്, തനിക്ക് ഇത്ര കാശ് തരാനുണ്ട്, തന്നോട് ഇങ്ങനെ ഒരു വിശ്വാസവഞ്ചന കാട്ടിയെന്ന് ഒരു മനുഷ്യനും പറയാത്തൊരു നേതാവാണ് VS അച്യുതാനന്ദൻ. അങ്ങനെ ഒരു അഴിമതിക്കറ പുരളാത്ത നേതാവാണ് VS അച്യുതാനന്ദൻ. എവിടെയെങ്കിലും അഴിമതി ഉണ്ടെന്ന് ബോധ്യമായാൽ VS അതിനെതിരെ ഒരുപക്ഷെ സ്വന്തം പാർട്ടിക്കെതിരെ പോലും പലവട്ടം നിലപാടെടുത്തിട്ടുണ്ട്. അതെല്ലാം അദ്ദേഹത്തിന് പലകുറി പലരുടെയും ഈ കോപത്തിനും അദ്ദേഹം പാത്രമായിട്ടുണ്ട്. എന്നാൽ അതിനെയൊക്കെയും അവഗണിച്ച് തൻ്റെ നിലപാടിതാണ്, അഴിമതിക്കെതിരെ താൻ ശബ്ദമുയർത്തും, തൻ്റെ പാർട്ടിയുടെ നിലപാടിതല്ല, ഇത് അനേകായിരങ്ങളുടെ ചോര കൊണ്ടുണ്ടാക്കിയ ഒരു പാർട്ടിയാണ്, ആ കൊടിയാണത്, അതിൻ്റെ മൂല്യം എന്നും കാത്തു സൂക്ഷിച്ച, എന്നും മനസ്സിൽ കൊണ്ടു നടന്ന ആ രണ്ടക്ഷരമാണ് ഇപ്പോൾ ആ ജനങ്ങൾക്കിടയിലൂടെ അവരുടെ ഹൃദയാഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി ഇങ്ങനെ നിശ്ചലനായി കടന്നു വരുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മാധ്യമ സ്വാതന്ത്ര്യം, മനുഷ്യാവകാശങ്ങൾ, ഭരണത്തിലും പൊതുജനത്തിലും സംവേദനശേഷി തുടങ്ങിയവയിൽ VS എടുത്ത നിലപാടുകൾ അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയ ദാർശനികനായി ഉയർത്തി. അതുകൊണ്ട് തന്നെയാണ് VS ഇന്നും ജ്വലിക്കുന്ന ഓർമ്മയായി നമ്മുടെയൊക്കെ ഉള്ളിൽ നിലനിൽക്കുന്നതും അദ്ദേഹത്തിൻ്റെ വിയോഗത്തെ ഇനിയും പലർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തതും. സമരമെന്നത് പാർട്ടിക്ക് വേണ്ടിയുള്ളതല്ല, ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, എങ്കിൽ മാത്രമേ അതിനൊരു മൂല്യമുണ്ടാവുകയുള്ളൂ എന്നുറക്കെ പ്രഖ്യാപിച്ച, മരിക്കുവോളം ഉറക്കെ പ്രഖ്യാപിച്ച നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട VS ആണ് ഇപ്പോൾ കൊല്ലം ജില്ല കടന്ന് ആ വിലാപയാത്ര ഓച്ചിറയിലേക്ക് എത്തുന്നത്. തൊട്ടടുത്തുള്ള മണ്ണ് ആലപ്പുഴയുടേതാണ്, അദ്ദേഹത്തിൻ്റെ ജനിച്ചു വീണ മണ്ണാണ്, അദ്ദേഹം പടുത്തുയർത്തിയ മണ്ണാണ്, അദ്ദേഹത്തിൻ്റെ ചോര വീണിട്ടുള്ള മണ്ണാണ്. അദ്ദേഹം നടത്തിയ ഓരോരോരോ സമരങ്ങളുമാണ് അദ്ദേഹത്തെ ഇത്രമേൽ പ്രിയപ്പെട്ടവനാക്കിയത്.